ഹലോ, ആ ഡിസ്ട്രിബ്യൂട്ടറാണ്. സത്യശീലാണ്. ആ, എന്താ ഫംഗ്ഷൻ എന്താ? ഓ ശരി, എത്ര പേര് വേണം? 22. ആ ഓക്കെ. അതിന് സപ്ലൈക്ക് വേറെ ആള് വേണ? ഒരു കാര്യം ചെയ്തോ, ഈ വന്ന ആളുകളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാം, കുഴപ്പമൊന്നുമില്ല. അവർക്കൊരു 100-200 വെച്ച് കൂട്ടി കൊടുത്താൽ മതി കേട്ടാ. ആ ശരി ശരി ശരി. തീയതി ആ ഡേറ്റ് എത്രയാ പറഞ്ഞേ? 16. 16 അല്ലേ? ആ ഓക്കെ ഓക്കെ ഓക്കെ. ആ എത്തിക്കാം, കുഴപ്പമില്ല. ആ ശരി ഓക്കെ. ഉണ്ണി, ഓ 16-ാം തീയതി ആ എഴുതിക്കോ. 16-ാം തീയതി 22 പേര്. മുതലാളി, ആ നമ്മ ഇപ്പൊ 22 കൊടുക്കാന്ന് പറഞ്ഞ 16-ന്. ആ 22. ഇതേ 16-ന് നമ്മ 33 ആളെ കൊടുക്കാന്ന് പറഞ്ഞു. 33 ആളെ ബാർപ്പ്, മെയിൻ ബാർപ്പിന് കൊടുക്കാന്ന് പറഞ്ഞല്ലോ. ആ അതിനെന്താ? നമുക്ക് അത്ര ആളില്ലല്ലോ, നമുക്ക് 30 ആളല്ലേ ടോട്ടൽ ഇല്ലത്. അതെ, ബാക്കി ആളെ വിളിച്ചാ പോരെ. എന്തിനു റിസ്ക് എടുക്കുന്നല്ലോ ഒഴിവാക്കിയേ. എന്തിന് കൊടുക്കാല്ലേ? നീ അത് കണക്കൂട്ടണം. അപ്പൊ എത്രയായി? ആ അപ്പം 33 ആളെ നമ്മ കൊടുക്കാന്ന് പറഞ്ഞത്. ആ ഇപ്പൊ ഏറ്റത് 22. ആ പറഞ്ഞോന്നാ എത്രയാ പറ. കണക്ക് കൂട്ടുമല്ലോ. കണക്ക് കൂട്ട്. എന്തിനാ ഈ കയ്യിന്റെ മുകളിൽ കൂട്ടാൻ? 22 33 എത്ര? ആ കയ്യിന്റെ മുകളിൽ കൂട്ടണ? 45. എത്ര? 45. 22, 33, 45. അതെ. നീ എവിടുന്നാണ് കണക്ക് പിടിച്ചത്? എന്റെ മുതലാളി, ഞാൻ മനക്കണക്ക്. നിനക്ക് 6000 രൂപ ഞാൻ ശമ്പളം എണ്ണി തരുന്നതാണ്. വേറെ ആളെ കിട്ടും എനിക്ക്. 6000 രൂപ അല്ലേ? പിന്നെ ബാക്കിയുള്ള ആളുകൾ ആര് കൊണ്ട് കൊടുക്കണം അവിടെ? മുതലാളിക്ക് ഒരാള് 1000 മേടിച്ച് 500 കൊടുക്കുന്നു. അപ്പൊ ഇത്തിരിയാടുത്ത് എത്ര പൈസ കിട്ടി മുതലാളി? 6000 രൂപ തീർന്നു. ഇപ്പൊ കണക്കിൽ പ്രശ്നമില്ലേ? 33, 34, 35, 36, 37, 38, 39, 40, 42, 43. 10 കഴിഞ്ഞു. 10 പേരിലെതാ. 10 പേരിലെതാ മുതലാളി. നീ ഇവിടുന്ന് എഴുന്നേറ്റ് പോടുന്നു എവിടേക്കെങ്കിലും. നിന്നെ കൊണ്ട് വേണ്ട, ഞാൻ വേറെ ആളെ വിളിച്ചോളാം. അങ്ങനെ പറയല്ലേ. പിന്നെ ഞാൻ എവിടെ പോണ്ടത്? എടാ, ഇതിന്റെ എത്രയാണ്? ഇത് കണക്ക് കൂട്ടിയിട്ട് കൃത്യം കണക്ക് പറയാൻ എന്നോട്. മനക്കണക്കാ മുതലാളിയാ. മനക്കണക്കാകുമ്പോ ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ആയി പോകും. കണക്കൂട്ടടാ. എടാ 3ഉം 2ഉം എത്ര? 3ഉം 2ഉം എത്ര വരും? 3ഉം 2ഉം എത്രയാണെന്ന് അറിഞ്ഞൂടെ? അറിയോ? എത്രയാണടാ 3ഉം 2ഉം? അത് എത്ര വരും മുതലാളി? ഏത്? 3ഉം 2ഉം 5. 5. പിന്നെയും 2ഉം 3ഉം വരുന്നു. അതെത്ര വരും? എടാ 3ഉം 2ഉം ആണെങ്കിൽ പിന്നെ 2, 3 അതും അറിഞ്ഞൂടെ നിനക്ക്? അതും 5 തന്നെ വരും. ആ 5. അപ്പൊ എത്രയായി? 55. ആ 55. പിന്നെ 10 ആളെ നീ കൊണ്ടു കൊടുക്കവിടെ. മുതലാളി, ചെറിയ ശമ്പളത്തിൽ എത്ര കൊല്ലായിടെ പണിക്ക് നിൽക്കുന്നല്ലേ? 55. ഇപ്പൊ ശരിയായ കണക്ക്? ആ ഇപ്പൊ കണക്ക് എത്തായി. അതിൽ 30 ആള് നമ്മുടെ കയ്യിലുണ്ട്. ബാക്കി കഴിച്ച ആളെ ഞാൻ തരാം. മുതലാളി, നമ്മുടെ ഈ അതിഥി തൊഴിലാളി കൊടുക്കുന്ന താമസഗുരും ചോറും ഉണ്ടല്ലോ, പോരാ. നല്ല കുറച്ച് വൃത്തി കൊടുത്തേ തിന്നോട്ടേറ്റുക. പണിയെടുക്കുന്നുണ്ടല്ലോ. ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ അരി കഴിഞ്ഞിട്ടുണ്ട്. ആ കാർഡ് അതിനകത്തുണ്ട്, എടുത്തേ. ഇരുണ്ടാ? ആ പോയിട്ട് റേഷൻ വാങ്ങി വരട്ടെ. ചോന്ന കാർഡ്. ആ ചോന്ന കാർഡ്. നമ്മളെ മുഖതാവര് മോരാളി ദരിദ്രൻ, എനക്ക് വെള്ളക്കാർഡ്, ഞാൻ സമ്പന്നൻ. 10 പൈസയില്ല. ഉമ്മ ചാർജർ എന്തേ ഞാനിവിടെ കുത്തിവെച്ചത്? ചാർജർ എന്തേന്ന് ഫോണിന്റെ? ഇങ്ങോട്ട് എടുക്ക, അതിൽ വെക്കട്ടെ. അത് തന്നെ. ആ ദിവാരേട്ടാ, ഞാനേ നമ്മളെ കോയക്കന്റെ മോൻ പ്യാരി ദുബായിക്ക് പോവാണല്ലോ. ഓനെ യാത്ര അയക്കാൻ വേണ്ടി വന്നാ. നിങ്ങൾ പാർട്ടീനെ വിടല്ലേ കേട്ടോ, ഞാൻ അങ്ങോട്ട് വരാം. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. എപ്പോഴാണ് പ്യാരിക്ക് ഫ്ലൈറ്റ്? 4 മണിക്കാണ്. 4 മണിക്കാ? 3 മണിക്കൂർ മുമ്പ്. അപ്പൊ ഇറങ്ങാനുള്ള നേരമായി. എന്താ നിങ്ങളെ മുഖത്തൊരു വിഷമോ? കോയക്കാ, അങ്ങനെ ബേജാറാവില്ലെന്ന്. ഓൻ കുടുംബം നോക്കാൻ വേണ്ടി പോവുമല്ലേ ദുബായിക്ക്. നല്ല മൊയ്തോ, എന്റെ കുട്ടറെ ഗതികേടോണ്ട് പോവാണ്. അങ്ങനെ പറയില്ലേ. ഒരു 10 വയസ്സൊക്കെ അവനെ സഹായിക്കാൻ പറ്റില്ല.
എന്തുമാതിരി എന്റെ കുടുംബം നോക്കിയിരുന്ന ഞാൻ നിങ്ങൾക്കൊക്കെ അറിയാലോ. ആ ഒരു വീഴ്ചയില് ഒക്കെ പോയി. ഉള്ള പെരയും വിറ്റ് ഇനിയിപ്പൊ ആകെയുള്ള കിടപ്പാടതാണ്. അതേ നിങ്ങൾ വിശ്രമിക്ക. ഇനി ഓനാണ് പെരയിലേക്ക് നയിച്ചുകൊണ്ടിരണ്ടേ, അതിനാണ് പോകാൻ പോണത്. അങ്ങനെ ചിന്തിക്ക്. ഇതുള്ള പണ്ടും പാനൊക്കെ വിറ്റ് പെറുക്കിട്ടാണ് ഇപ്പൊ എന്റെ കുട്ടീനെ വിടുന്നത്. ഇതും കൂടി നടന്നില്ല അച്ഛാ, ഈ കിടപ്പാടും കൂടി പോകും. അതിനൊന്നും പറയില്ലേ, പഠിച്ചോ നമ്മളെ കൂടെ ഉണ്ടാവും. ഓനാടെ പോയിട്ട് നല്ലൊരു പണിയൊക്കെ കിട്ടി നമുക്ക് വീടൊക്കെ ഒന്ന് മാറ്റിക്കാളണം അല്ലേ? യാരിയേ ആ ഇറങ്ങാനായില്ലേ? അതെ ഇറങ്ങണ വണ്ടി ആ, വന്നാ? വാ, വാ. ആ, അതെ. ആടെ 3 മണിക്കൂർ മുൻപ് എത്തണ്ടേ? ഞാനേ ഈ ഉമ്മ എല്ലാ സാധനങ്ങളും എടുത്തു വെക്കണം, വേണ്ടെന്ന് പറഞ്ഞിട്ട്. അതേ മറക്കാണ്ടക്കേണ്ടത് പാസ്പോർട്ടും വിസയാണ്. അത് എടുത്തിട്ടുണ്ടല്ലോ. അത് ബാഗിലെടുത്ത് ആ വെച്ചാൽ ബാക്കി അച്ചാറും പലഹാരമൊക്കെ മറന്നില്ലെങ്കിലും കുഴപ്പമില്ല. സുഹൃത്താ ഇങ്ങനെ വിഷമിക്കല്ലേ നിങ്ങള്. ഓൻ കുടുംബം നോക്കാൻ വേണ്ടി പോവുകയാണ്, അല്ലാണ്ട് ജോലിക്ക് ടൂർ പോവുമല്ലോ. ഉമ്മ സമാധാനപ്പെടും. അതെ. ഞാൻ ജോലിക്കല്ലേ പോണത്. അതാണ്. സമാധാനമായിട്ടിരിക്കും. സങ്കടപ്പെടുത്തല്ലേ. ഇങ്ങോട്ടാ, അയ്യം വിട്ട 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 വിട്ട. അപ്പൊ പിന്നെ ഇറങ്ങ. ഞാൻ വരുന്നുണ്ട് എന്റെ കൂടെ കേട്ടോ. ഇത് ഞാൻ വിളിച്ചോളാം. ഇല്ല, ഞാൻ ഇത് നടന്നു. വണ്ടിയിലേക്ക് വെക്കത്. പിന്നെ സുഹൃത്താ നേലോളിക്കല്ലി നിങ്ങളെ ഈ പണ്ടവും കൗത്തലൊന്നും ഇല്ലാന്ന് വെച്ചാൽ ഇങ്ങനെ മൂടി പോച്ചൊന്നും നിൽക്കണ്ട. ഓളെ ആയിഷേ അവിടെ കുറച്ച് പണ്ടെടുത്ത് വെച്ചിരിക്കണം. മുക്കിന്റെ പണ്ടാണ്, അതൊക്കെ ഇട്ടാ മതി. ഓൻ 5-6 മാസം കഴിഞ്ഞ് വരുമ്പോ ഇങ്ങക്കുള്ളത് കൊണ്ടുവരൂലേ കേട്ടോ. ഞാൻ പോട്ടെ, ഞാൻ ഓൻ അവിടെ യാത്രയാക്കിട്ട് വരുള്ളൂ കേട്ടോ. ആ ഇരിക്കില്ലേ? ആ പോട്ടെടാ. ജോർജ് അപ്പച്ചനിപ്പോ എങ്ങനെയുണ്ട്? ആ കുഴപ്പമില്ല, പ്രായത്തിന്റെ ആ ഒരു ആ ശരി. ഹലോ, അരിയുണ്ട്, ഗോതമ്പുണ്ട്. അയ്യോ പച്ചരിയില്ല, പച്ചരി വന്നാൽ അറിയിക്കാം. ശരി ശരി. ഇതിന് ഇങ്ങോട്ട് വന്നിനി അമ്മ പറഞ്ഞിട്ടാ മീൻ വാങ്ങാൻ പൈസ തരാൻ പറഞ്ഞു. ഇന്നലെ 150 ഉറുപ്പിക മേടിച്ചില്ലേ? 1.5 കിലോ. അത് ഇന്നലെ അല്ലേ? ആ അത് കഴിഞ്ഞു. അതായത് അരി നിന്ന് ഏ നീ അല്ലേ? നീ മേടിച്ചോണ്ടാ പോയിട്ട്? ഇന്ത്യയിൽ ഇടുന്ന പൈസ പൈസ ഉണ്ടാക്കണം പോയിട്ട്. രണ്ടാളാടി ഇരുന്ന് തിന്നില്ല നിന്റെ അമ്മയും നീയും. പൈസ തരണം അമ്മ പറഞ്ഞതാ. ആ എൻ്റെ അടുത്ത് പൈസ ഒന്നുമില്ല. പഠിക്കാൻ പോയാൽ പഠിക്കൂല. നീ പഠിക്കാൻ പോയിട്ടില്ലേ? എന്നിട്ടെന്തായി? അത് തോറ്റുപോയി. എങ്ങനെ പറ്റേ? ടീച്ചർമാരെ തോപ്പിച്ച്. പഠിക്കാണ്ട് ടീച്ചറെ +2 പാസ്സാക്കോടാ. അപ്പൊ അതൊന്നല്ല, പൈസ തരുമോ? ഇപ്പം പൈസ ഇല്ല എൻ്റെ അടുത്ത്. അപ്പൊ അച്ഛൻ ഉച്ചയ്ക്ക് ഇടുന്ന ചോറിനാ ഞാൻ ഓട്ടം കഴിച്ചോളൂ. നീ പോയാനടുത്ത്. അപ്പൊ ഞാനും അമ്മയാ? നീ അമ്മയും പട്ടി കിടന്നോ? ഇപ്രായത്തിലെ മക്കളോട് ഇങ്ങനെ പെരുമാറണം ദൈവം ചോദിച്ചോളൂ കേട്ടോ. ആ ദൈവം ചോദിച്ചു. ദൈവത്തോട് ഞാൻ പറഞ്ഞോളൂ. നീ പോട്. നല്ല പണിക്കാരനാ. ആ ഉപ്പും മുളകും കുടിക്കും. എന്തെന്ന് ഇന്നലെ 1.5 കിലോ മത്തി മേടിച്ചിനെ. എന്താ രാഘവട്ടത് ഭയങ്കര മോശമാണ്. എന്ത് മോശം? നിങ്ങളെ മോനല്ലേ ആ, എന്റെ ഇരുന്നിരുന്ന് കിട്ടിയ ഒരു ചെറുക്കനല്ലേ ഉള്ളൂ. നിങ്ങൾ ഉരുളി കമഴ്ത്തിട്ടുണ്ടായതല്ലേ ഇത്? ആ ഇപ്പൊ തോന്നുന്നു ഉരുളി കവുത്തണ്ടായിരുന്നു. എല്ലാം ഇതായി പോയി. ഇപ്പൊ ഉരുളി കമഴ്ത്തി പോയി ചെറുക്കൻ വന്നു പോയില്ലേ? ആ, വന്നു പോയി. നീ അതിനെ തീറ്റി പോറ്റണ്ടേ? പഠിക്കേണ്ട സമയത്ത് ഈ പ്രായത്തില് പിള്ളേര് കഴിക്കുന്നേ, എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുക്കണ്ടേ? ആദ്യം ഒന്നും തിന്നൂല. 1000 കോര്. ഇപ്പൊ അങ്ങ് തീറ്റി എന്ന് പറഞ്ഞ ഒരേ തീറ്റാണ്. അപ്പൊ അവന്റെ പ്രായം അതാണ്. അവൻ കഴിക്കേണ്ട പ്രായമാണത്. ഞാനല്ല ഈ പ്രായം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നിനി. എന്താണിത്? ഹലോ, ആ സംസം ഹോട്ടലല്ലേ? മോനെ മന്മഥനാണേ. മോനെ ഒരു 2 ഊണ് പാഴ്സൽ വേണം ഉച്ചക്ക്. ആ അത് എന്റെ ഇവിടെ കടയിക്കണ രാഘവട്ടന്റെ വീട്ടിലോട്ട് കൊടുത്തു വിട്ടാരാ. ആ ശരി. എന്തിന്? ഒന്നുമില്ല. ആ സുറാത്ത,
ഇതൊക്കെയുണ്ട്. ആ നല്ലത് തന്നെ. ആ അതെ. 20 പുഴുക്കിലരി എടുത്തോ. 20 പുഴുക്കിലരി, ബാക്കി 5 അയ്യോ പച്ചരി വന്നിട്ടില്ല. പച്ചരി ഇന്ന് വൈകുന്നേരം എത്തും. ലോഡ് വരണുണ്ട്. അത് സഞ്ചി നമുക്കിപ്പോ ഉള്ളതൊക്കെ തരാം. കേട്ടാ, പുഴുക്കൽ 20 എടുക്ക്, മറ്റേ 20 ഗോതമ്പ്. ഒന്ന് പിടി. പിടിക്കാം, അത് എടുക്ക്. ഇതൊന്ന് കറക്റ്റ് ചെയ്യട്ടെ. പിന്നെ എന്താണ് മോൻ പോയിട്ട് എന്താണ് പ്യാരി വിളിക്കണ്ടാ വിശേഷങ്ങളൊക്കെ? രക്ഷപ്പെടണം. അവന്റെ ഒരു രീതിയൊക്കെ വെച്ചിട്ട് നല്ല ചെറുപ്പക്കാരനാണ്. ഇതൊന്ന് പിടി. ഇങ്ങോട്ട് കൊണ്ടുവാ. പ്യാരി ഉണ്ടായിരുന്നേ അവനാണല്ലോ ഇതെല്ലാം വന്ന് മേടിച്ചോണ്ടിരുന്നത്. ഒരു ആന്തരികം ഉള്ളത് നല്ലതാണ്. ഗോതമ്പ്. ആ ഇതെല്ലാം കൂടെ എങ്ങനെ ഇപ്പൊ കൊണ്ടുപോകും? കൊണ്ടുപോവാ. എവിടെ ഇവനെ നിർത്തിക്കുന്നുള്ളതേ ഉള്ളൂ. എല്ലാം സ്ലോയാ. ഒന്ന് സ്പീഡായിട്ട് നിൽക്കുക രാഘവേട്ടാ. വീട് വേം ഇങ്ങനെ ആവോ? മതി. സുറത്തൊന്ന് പിടിച്ച്. പ്യാരി വിളിക്കുമ്പോ അന്വേഷണം പറയണം കേട്ടാ. ഇതും കൂടെ ഇതിനുള്ളിലാക്കി തരാം. കൊണ്ടുപോകാൻ സൗകര്യമായിരിക്കും. പോവില്ലേ? ഓട്ടോറിക്ഷ വിളിച്ചിട്ട് തരണോ? വേണ്ട. കാർഡ്. ശരി. ഈ പച്ചരിയെ വന്നില്ലെങ്കിൽ ആൾക്കാരെല്ലാം ഇപ്പൊ ബഹളം വെക്കുമല്ലോ. ഇപ്പൊ എന്താ ചെയ്യാ? മന്മത, ഞാൻ സുഹറാൻ ശ്രദ്ധിച്ചിനാ. പോരാകോട്ടാ, ഞാൻ അത്രക്കാരനൊന്നുമല്ല കേട്ടാ. നിങ്ങൾ എന്ത് കളിക്കണ? അല്ലാന്ന് ഉള്ള കയ്യും വീട്ടിൽ കണ്ടിനാ, കഴുത്തെല്ലാം കണ്ടിനാ, മാലയും സ്വർണ്ണവും മോതിരും കഴുത്തിൽ കാതിൽ നല്ല അലിക്കത്ത് ഇതൊക്കെ കണ്ടിനാ. അത് ഞാൻ ഉണ്ടല്ലേ? എന്നാൽ ഓള് പിന്നെ എങ്ങനെ ഈ ഇത്രയും സമ്പാദിച്ച ഓളെങ്ങനെ നമ്മളെ ഈ മഞ്ഞ കാർഡിലെ BPL അരി മേടിക്കുന്നു? അല്ല, ഈ പ്യാരി ഇപ്പൊ ഗൾഫിൽ പോയില്ലോ. പോയ പിന്നുള്ള സൗകര്യം പോയ പിന്നെ ആക്കിയല്ലേ ഇതെല്ലാം. നേരത്തെ ഒന്നും കയ്യിൽ കാതിൽ കത്തിലും ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പം ഭയങ്കര ശമ്പളമായിരിക്കുമല്ലോ പ്യാരിക്ക് അവിടെ പോയിട്ട്. പിന്നെ എന്നാലും 2.5 മാസം കൊണ്ട് ഇത്രയും സ്വർണ്ണവും സംഭവം വാങ്ങാൻ പറ്റും. നല്ല ജോലിയായിരിക്കും. അപ്പൊ എനിക്ക് മാസം ഒരു 2-2.5 ലക്ഷം രൂപയെങ്കിലും ശമ്പളം കിട്ടണം. ഉണ്ടാവും. അപ്പം നമ്മുടെ നാട്ടിൽ ഒരു കോടീശ്വരനും കൂടി ആയി. പക്ഷേ ഇത്രയും സമ്പാദ്യം സൗകര്യമുള്ളവൻ അങ്ങനെ BPL കാർഡ് വാങ്ങിച്ച് അരി മേടിച്ച് തിന്നണ്ട. അതാണ് ഞാൻ പറയുന്നത്. അത് ശരിയല്ലോ. അത് മാറ്റിയില്ലല്ലോ. അത് മാറ്റണമല്ലോ. വിളിച്ചു പറയണം. സർപ്രൈസ് പറയണം. അല്ലെ, എന്നാലും ഇങ്ങനെ ഈ ഇത്രയും സൗകര്യത്തിലൊക്കെ ആയിട്ട് ഇപ്പോഴും മഞ്ഞ കാർഡില് അരി മേടിച്ച് തിന്നുക എന്ന് പറഞ്ഞാൽ അതൊരു നല്ല കാര്യമാണ്. സാറുമായിട്ട് നമുക്കൊരു ബന്ധം വെക്കണം. സാറേ നമസ്കാരം. എന്താ മന്മത? ഒന്നുമില്ല സാറേ, വെറുതെ വിളിച്ചതാണ്. ഒന്നുമില്ലാണ്ട് നീ വിളിക്കില്ലല്ലോ. കാര്യം എന്താന്ന് പറ. അല്ല, ഒന്നും ഇല്ലേന്ന് ചോദിച്ചാൽ ചെറിയൊരു കാര്യം ഉണ്ട്. അതാ പറഞ്ഞു. എന്താ സാറേ? നമ്മുടെ ഇവിടെ ഒരു BPL കാർഡുകാരന്റെ വീടൊന്ന് പച്ച പിടിച്ചെങ്കിൽ നമുക്ക് കളർ മാറ്റേണ്ടി വരല്ലോ. കാർഡ് വെള്ളയാക്കണോ? വെളുപ്പിക്കണം സാറേ. നീ ഒരു കാര്യം ചെയ്യ്, കാർഡ് നമ്പറും ബാക്കി ഡീറ്റെയിൽസും ഒക്കെ ഒന്ന് പറ. കാർഡിന്റെ ഡീറ്റെയിൽ ഞാൻ വാട്സാപ്പിൽ അയച്ചാ പോരെ? മതി. ഈ വന്ന സ്ത്രീയുടെ മോൻ ഇവിടെ നിന്ന് ഗൾഫിൽ പോയിട്ട് ഇപ്പൊ ഒരു 2-2.5 മാസേ ആയിട്ടുള്ളൂ. അപ്പൊ ആ സ്ത്രീ ഇപ്പൊ വന്നപ്പോ കഴുത്തിലും കാതിലും കയ്യിലും ഒക്കെ നിറയെ സ്വർണ്ണം. ഏതാണ്ട് ഒരു കല്യാണ പെണ്ണ് വന്ന പോലെയാണ് വരവ്. അതെ, ചിലര് നന്നാവാൻ അധികം സമയമൊന്നും വേണ്ടേ. അത് കുഴപ്പമില്ല, അത് നമുക്കേ വെള്ളയാക്കാം. നീ മറ്റേ എല്ലാ ഡീറ്റെയിൽസും വിട്. അപ്പൊ ഞാനിത് സാറിന് വാട്സാപ്പിലോട്ട് അയക്കാം. ശരി. വേറെ സുഖമല്ലേ സാറിന്? സുഖല്ലേ എന്ന് ചോദിച്ചാൽ സുഖാണ്. ശരി സാറാണ്. അത് സെറ്റായി. അങ്ങനെ ഇനി ആ അരി തിന്നണ്ട. ചിലപ്പോ ദഹിക്കൂല. ശരി, എന്നാ വിട്ടോ, പറഞ്ഞ പോലെ ചെയ്യും. സാറേ,
ഇരിക്കും. ആ അയ്യോ ശ്വാസം മുട്ടലാണ് സാറേ. ശ്വാസം മുട്ടലാണേ. അല്ല ഹോസ്പിറ്റലൊക്കെ പോയിക്കൂടെ, അതിന് ഇവിടേക്ക് വരണം എന്തിനാ? പോയി ഹോസ്പിറ്റലൊക്കെ പോയി. ആ ഇതിപ്പോ സ്റ്റെപ്പ് കയറി വന്നപ്പോഴേ ആ അതുകൊണ്ടാണ്. കുഴപ്പമില്ല. എന്താ വന്ന്? എന്റെ പേര് സത്യശീലൻ എന്നാണ്. ആ ആ അപ്പോ ശ്വാസം മുട്ടലാണ്. ഓ വേറെ വരുമാന മാർഗമൊന്നുമില്ല. അല്ല, വരുമാനം ഇല്ലാത്തവർക്കുള്ള റേഷൻ കാർഡ് തന്നെയാണല്ലോ അത്. അതെ അതെ അതെ. ഇനി ഇതും മങ്ങിയാക്കാനാണോ? അല്ല, അങ്ങനെയാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ തരും, നമുക്ക് തെളിയിക്കേണ്ടി വരും. അല്ലല്ല, ആ അതല്ലപ്പോ പ്രശ്നം. അമ്മ മരിച്ചേ. അയ്യോ, പേര് വെട്ടണം. അത് വെട്ടാം. അതുമല്ല, അമ്മ മരിച്ചിട്ടിപ്പോ 5 കൊല്ലായി. ആ അപ്പൊ അമ്മയുടെ പേരില് അരി കിട്ടിക്കൊണ്ടിരുന്നു. അപ്പൊ അത് വാങ്ങിയതിന്റെ പേരില് ആ 11,529 ഉറുപ്പ്യപ്പോ ഫൈന് വന്നിട്ടുണ്ട്. 5 കൊല്ലം മുമ്പ് അമ്മ മരിച്ചു. എന്നിട്ട് ഈ 5 കൊല്ലം അമ്മയുടെ പേരുള്ള അരി മേടിച്ചോണ്ടിരിക്കുകയാണ്. അതെ, അത് വെട്ടാൻ മറന്നുപോയിട്ടാ. അതെ, പാവങ്ങൾക്കുള്ള അരി സർക്കാർ കൊടുക്കണതാണേ. അതെ അതെ. അത് ആ അരി നമ്മൾ വെറുതെ മേടിച്ച് തിന്നാൻ പാടില്ല, അല്ലേ? അത് അറിയിച്ചിട്ട് പേര് വെട്ട് തന്നെ വേണം, ഇല്ലെങ്കിൽ ആ ഫൈൻ അടച്ചോളൂ. ഇതിപ്പോ ഞാൻ വാങ്ങി തിന്നതല്ല ശരിക്ക്. ഇത് ഞാൻ ഈ അന്യസംസ്ഥാന തൊഴിലാളികളുണ്ടല്ലോ, പാവപ്പെട്ട ആളുകള്, അവർക്കാ ഞാൻ ഇത് കൊടുത്തത്. ഇത് സ്വന്തം സാധനം എന്നല്ല അവർക്ക് കൊടുക്കാൻ. അപ്പൊ സ്വന്തം തിന്നല്ല, നാട്ടുകാർക്ക് ദാനം ചെയ്താണ്. സർക്കാർ തരുന്ന സൗജന്യ അരി മേടിച്ച് മറ്റുള്ളവർക്ക് വിതരണം ചെയ്യേ. അതിന് നിങ്ങൾക്ക് ആരും അവകാശം തന്ന്? ഇത് നിങ്ങൾ പാവങ്ങളാണെന്ന് കരുതി നിങ്ങൾക്ക് സർക്കാർ തരുന്ന അരിയാണ്, അത് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ പോട്ടെ. അതും മരിച്ച ഒരാളുടെ പേരിൽ ഉപയോഗിക്കാനേ പാടില്ല. ഒന്നാമത് ഈ പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കുന്ന ഈ സാധനം തിരിച്ചു മേടിക്കുക എന്ന് പറയുന്നതിന് ഒരുമാതിരി ചെറ്റത്തരം. അത് നിങ്ങൾ പറയുന്നത് മേടിച്ചാൽ അർഹതപ്പെടാത്ത ഒരു കഴിച്ചതിന്റെയാണ് ഈ മേടിക്കണത്. ഞാൻ പറയട്ടെ, അത് പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കുന്നതാണ്. അതെ, അത് അവരുപയോഗിക്കണം. പക്ഷെ അതിന് ഈ 11,529 ഉറുപ്പ്യ എങ്ങനെ വന്നു? അതിന്റെ കണക്ക് എനിക്കൊന്ന് പറഞ്ഞു തന്നാ മതി. അതെ, സർക്കാർ നിങ്ങൾ പാവങ്ങൾക്ക് സൗജന്യമായി തരുന്ന ഈ അരിക്ക് സർക്കാരിന്റെ ചെലവ് എത്രയെന്നറിയോ? 1 കിലോ അരിക്ക് 40 രൂപയാ. അത് ആദ്യം മനസ്സിലാക്കണം നിങ്ങൾ. 5 വർഷമായി എന്നല്ലേ പറഞ്ഞു മരിച്ചിട്ട്? 5 വർഷം. അപ്പൊ നിങ്ങളുടെ അമ്മ മരിച്ചതിന് ശേഷം അമ്മയുടെ പേരിൽ നിങ്ങൾ 61 മാസമായിട്ട് അരി മേടിച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. 61 മാസത്തിന് 244 കിലോ അരിയാണ് നിങ്ങൾ അമ്മയുടെ പേരിൽ മേടിച്ചിരുന്നത്. അതേമാതിരി 61 കിലോ ഗോതമ്പ്. അരിക്ക് 40 രൂപയും ഗോതമ്പിന് 29 രൂപയും വെച്ച് ടോട്ടല് 11,529 രൂപ അത് നിങ്ങൾ അടച്ചേ പറ്റൂ. അതെ, ഇത് സർക്കാരിന് ഇങ്ങനെ വെറുതെ മാനത്തുനിന്ന് പൊട്ടി വീണതല്ല. ഇത് അടച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? അടച്ചില്ലെങ്കിൽ എന്താണ് ചോദിക്കുക? അടച്ചില്ലെങ്കിൽ കോടതി നടപടികൾ പ്രകാരം നിങ്ങൾ അകത്ത് കിടക്കേണ്ടി വരും. അതന്നെ, അടച്ചേ പറ്റൂ.